ഹായ് സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസത്തെ പൊതുവായിട്ടുള്ള ഒരു മാസത്തെ ഫലം ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ കേതു രാഹുക്കളെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കേതുവും രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് പ്ലാനറ്റ് ആണ്. അപ്പം നമ്മുടെ ബർത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരാനുള്ള കഴിവുള്ള ഇതാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാരുടെ ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതു ചൊവ്വ ഒക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ആക്സിഡന്റ്, മൾട്ടിപ്പിൾ സർജറികൾ നടത്താൻ, മൾട്ടിപ്പിൾ ആക്സിഡന്റ് നടത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഈ ഗ്രഹങ്ങൾ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. അല്ലെന്നൊരു കേതു പാസ് ചെയ്താൽ 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വൃത്തിയാട്ടുകാർക്ക് മാത്രമേ അത് അഫക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാനം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കുത്തിയിട്ട് ശകലം ബ്ലഡ് ഭൂമിക്ക് ഇടയ്ക്കൊന്ന് ദാനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുമ്പോഴത്തേന് അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക, പല അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല അതൊരു മംഗളകർമ്മം കൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ ഒരു അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മം കൂടാണ് ഇതിനുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശനിയുടെ മേടി ശനിയൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ മോശം ഇതാണെന്ന് വരി ചില ആൾക്കാരെ പട്ടി കടിക്കാനോ അല്ലെ കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാന്, സ്കൂട്ടറിൽ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് പറയുക. അപ്പം ആ ഒരു ഓരോ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹങ്ങളുടെ ഓരോ കോമ്പിനേഷൻ എന്നാണ് ഡിഫറൻറ്റാണ്. അതനുസരിച്ച് ഇപ്പൊ ഒരു നാളില് 100 പേര് ജനിച്ചു കഴിഞ്ഞാൽ 100 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ കർമ്മ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാച്ചാകും എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കാരണം അതിന്റെ ആ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ശുക്രന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകും. നമ്മുടെ ബൃഹനാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാഹു കേതുവിന്റെ കാര്യം പറഞ്ഞു. അതേമാതിരി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് 4-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അല്ലെന്നൊരു 13-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അതുമല്ലെന്നൊരു 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അമിത്ഷാ ഒക്കെ 22-ാം തീയതി ജനിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടർ അല്ലെ രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേമാതിരി 7-ാം തീയതി ജനിക്കുന്നത്, 16-ാം തീയതി ജനിക്കുന്നത്, 25-ാം തീയതി ജനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കേതുവിന്റെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ ഈ കേതുവൊക്കെ പല കേസിലും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് തണ്ടലിന്റെ നടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏത് ഗ്രഹമായാലും 6-ലും 8-ലും 12-ലും പൊതുവെ അങ്ങനെ നല്ലതല്ല. പ്രത്യേകിച്ച് 6, 8 എന്നൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 8 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കളി എന്നാണ് പറയുന്നത്. അതായത് മരണവും ഡെത്തും കാര്യങ്ങളൊക്കെ പ്രൊഡിക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനുപരി ഒരുപാട് ലോട്ടറി, വലിയൊരു ലോട്ടറി അടിക്കുക, വലിയൊരു സമ്പത്ത് അടിക്കുക, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 8ാമത്തെ 8th പൊസിഷൻ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ബുധനായാൽ പോലും 8th ഹൗസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ അലർജി, കടങ്ങളെ അല്ലെന്ന രീതിയിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ബുധനൊക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് തടസ്സപ്പെടാൻ, അല്ലെങ്കിൽ കടങ്ങൾ വരാൻ, അതും അല്ലെന്നൊരിൽ ഈ പറഞ്ഞ സ്കിൻ അലർജി, ചില ആൾക്കാർക്ക് വെരിക്കോസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബർത്തിയായിട്ട് കണക്ട് ആയിരിക്കണം. അതായത് 1592617371148 അങ്ങനെ കണക്ടിവിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാനീ പറയുന്ന വേദിക് അസ്ട്രോളജി അല്ല. വേദിക് അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ബൃഹനാടിക്കകത്തൊക്കെ ഓരോ കാര്യങ്ങളും കറക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ന് ജോലി കിട്ടും, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ A to Z പറയാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ബുധൻ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ വേറെ വീട്ടിലെ ചിലപ്പോൾ ബൾബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾക്ക് അത് ചെക്ക് ചെയ്യുക.
അതേമാതിരി വിട്ടുമാറാത്ത ഈ ഒരു സ്കിൻ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശുക്രനായാലും വയറുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഡയറക്ഷനിലും ആണെങ്കിലും നമുക്ക് റോങ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഒക്കെ പൊസിഷൻ വന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നമാണ്. നമ്മളത് പല വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലും ഇങ്ങനെ പൊട്ടി വെള്ളം പോവുക റെഗുലറായിട്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് നെഗറ്റീവായിട്ടുള്ള വരും. ചന്ദ്രൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. നമുക്ക് ഇമോഷണലായിട്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്, ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സിറ്റുവേഷൻ വരിക, അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ബർത്തിയാട്ടില് നമ്മുടെ ലഗ്നത്തിലൊക്കെ 3.2 ഡിഗ്രിയിലൊക്കെ ചന്ദ്രനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 100% ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗ്നവുമായിട്ട് ചന്ദ്രനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ്, അതല്ലെന്നൊരു പ്രത്യേകിച്ച് കേതു ചന്ദ്രൻ കണക്ട് ആണെന്നൊരു 100% അവർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 100%. ഇങ്ങനെ ഓരോ ഗ്രഹത്തെ പറ്റിയും അപഗ്രഥിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോ ലോങ് ആയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് കടക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പല വീഡിയോയ്ക്കകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജനങ്ങൾക്ക് പോലും ചില ആൾക്കാർക്ക് ഓഡിയൻസിന് ബോർ ആകുന്ന ടൈപ്പുള്ള ഒരു കമന്റും ഇടയ്ക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതേപ്പറ്റി ആ ഒരു പല ടൈപ്പുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. ഈ പറയുന്ന ജൂപ്പിറ്ററും അതായത് വ്യാഴം, ഈ വ്യാഴവും മറ്റൊരു ബുധന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ശനി, ചില പൊസിഷന്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്ട് വളരെ ഇഷ്ടമായിരിക്കും. അതേമാതിരി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഈ കൊടുത്തേക്കുന്നതായിട്ടുള്ള കറക്റ്റ് ഒരു പ്രഡിക്ഷൻ, ഈ ഒരു എത്ര സ്റ്റാർ വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മന്ത്ലി പ്രഡിക്ഷൻസ് എല്ലാ പ്രാവശ്യവും കിട്ടും. അത് തന്നെയല്ല നിങ്ങൾക്ക് ഇനി അല്ലെന്നൊരു ഇത് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പെയ്ഡായിട്ടുള്ള രീതിയിൽ പോകാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡായിട്ടുള്ള രീതിയിൽ അല്ലെന്നൊരു നിങ്ങൾക്ക് ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ അത്ര ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മലയാളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചാനലിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, ഫൈനാൻസ്, കരിയർ അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട് എത്ര സ്റ്റാർ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വരാം. നിങ്ങൾ നോക്കി ഈ ഒരു പ്രഡിക്ഷന്റെ എത്ര അക്യുറസി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 2-3 മാസം ഇത് കണ്ടു കഴിയുമ്പോഴത്തന്നെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. ചിങ്ങൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നക്ഷത്രാധിപതി സൂര്യനാണ്. അതുപോലെ ഇതിനകത്ത് നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം. അപ്പൊ ഈ മുഖത്തെ നോക്കിക്കഴിഞ്ഞാൽ കേതാണ് കണ്ടുള്ളൂ, ഇത് ചൊവ്വാകർമ്മയാണ്. അതുപോലെ പൂരത്തെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രനാണ്, ചൊവ്വാകർമ്മയാണ്. അതുപോലെ ഉത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ്, ബുധകർമ്മയാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ നാളിന്റെ അനുസരിച്ച് പല രീതിയിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളെ പല കാര്യങ്ങളും നമുക്ക് ഇതിന്ന് തന്നെ പറയാൻ പറ്റും. പ്രത്യേകിച്ചൊക്കെ ഈ മകത്തിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കേതു കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ദേഷ്യം, ചൊവ്വയുടെ ആയിട്ടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ഒരു പിടിവാശി, അല്ലെങ്കിൽ ഒരു സൂര്യന്റെ ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ ലീഡർഷിപ്പിന്റെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റികളെ, അതുമല്ലാതെ ഒരു കേതുവൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചില കാര്യത്തിൽ ചില മടികളെ, അല്ലെ മുടിയൊക്കെ ചെറിയ ചുരുണ്ട് നിൽക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വേറെ റിലേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ ഏതെങ്കിലും ഒരു ഫാമിലി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മരണങ്ങൾ നടക്കാൻ, എടുക്കാൻ, അങ്ങനെ പല രീതിയിലൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനൊക്കെ നമുക്ക് ഇവിടുന്ന് വായിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതേമാതിരി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പൂരത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യന്റെ ആയിട്ടുള്ള ഒരു അതോറിറ്റി ഗുരു കർമ്മയാണ്, ചൊവ്വയാണ് ഭരിക്കുന്നത്. അപ്പൊ ചൊവ്വയുടെ ആയിട്ടുള്ള ദേഷ്യം, പിടിവാശി, ഗുരു കർമ്മ എന്ന് പറഞ്ഞാൽ ബാങ്കിങ്, ഫൈനാൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ, അല്ലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ, അല്ലെന്ന് വരിയിൽ ഈ ഒരു ഇതിന്റെ ആയിട്ടുള്ള ജൂപ്പിറ്ററിന്റെ ആയിട്ടുള്ള ഡിസിപ്ലിനെ, കാര്യങ്ങളെ, അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിൽ നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരത്തെ ആണെന്ന് വരിക നോക്കിക്കഴിഞ്ഞാൽ സൂര്യന്, ബുധന്, അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്. മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ നിൽക്കാനൊക്കെ ഉള്ള
വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ പറയുന്ന ബുധനും സൂര്യനും കൂടെ ഒക്കെ എന്ന് പറഞ്ഞാൽ. അതുപോലെ സൂര്യൻ ഒരു അഡ്മിനിസ്ട്രേഷന്, പൊളിറ്റിക്കലി ഉള്ള ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള രീതി വർക്ക് ചെയ്യാന്, കമ്മ്യൂണിക്കേഷൻ നല്ല ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങള്, അതുപോലെ ബിസിനസ് ചെയ്യാൻ പറ്റുക ബുധൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇവിടുന്ന് വായിക്കാം. പക്ഷെ ഇതല്ല, നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഇത് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങൾ ഇനി ഉള്ള ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്യുക, ഏറ്റവും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ അതേമാതിരി ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് 4 സ്റ്റാർ ഉണ്ട്, അതുപോലെ ട്രാവല് 4 സ്റ്റാർ ഉണ്ട്. അതുപോലെ ഒന്ന് നോക്കി, ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 4 സ്റ്റാർ, ലക്കിന് 2 സ്റ്റാർ, റൊമാൻസ് അങ്ങനെയൊക്കെ ഉള്ളതിന് 2 സ്റ്റാർ, അതുപോലെ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റാർ, അതുപോലെ സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ. അപ്പൊ ഈ സ്റ്റാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. പിന്നെ മലയാളത്തിൽ ഒരു ചാനലിലും ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടൈപ്പിലുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമുക്കിപ്പോ ഇത് നമ്മുടെ ഓരോരുത്തരും വൃത്തിയായിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ നമ്മുടെ ഗ്രഹങ്ങളെ നിൽക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും ഇതിനുള്ള വ്യത്യാസങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ പറയുവാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് പല രീതിയിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു സപ്പോർട്ട് വരാനൊക്കെ ഉള്ളത്, എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ധനലാഭങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു കിട്ടാൻ, എന്തെങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നിയിരുന്ന ആൾക്കാർക്ക് അതൊക്കെ അത് മാറി വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാന്, അതുപോലെ സഹോദരങ്ങളെയൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ്. അതുപോലെ എന്തെങ്കിലും വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മാത്രമല്ല നമ്മുടെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്താന്, അവരുമായിട്ടൊക്കെ നല്ല നർമ്മ സല്ലാപങ്ങൾ നടത്താന്, പഴയ പിണക്കങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നൊരു പറഞ്ഞു തീർക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മാത്രമല്ല ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനും ഉള്ള ഒരു സാഹചര്യങ്ങൾ, പിന്നെ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാം. അതുപോലെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാധ്യതയാണ്, വളരെ അനുകൂലമാണ്. അതുപോലെ എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വിദേശത്തൊക്കെ പഠിക്കാനായിട്ട് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അവർക്ക് വിദേശത്ത് പോകാനും വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മാറാനും, അതുപോലെ ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ് ട്രേഡിങ് ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു നല്ല ലാഭം ഉണ്ടാകാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഫോറിൻ ട്രാവൽ ചെയ്യാന്, ലോങ് ട്രാവൽ എന്തെങ്കിലും ചെയ്യാന്, നല്ല അതുപോലെ ഉല്ലാസ യാത്രകൾ നടത്താന്, ലോങ് ജേർണി ചെയ്യാന്, പ്രത്യേകിച്ച് അല്ലെന്നൊരു ഇന്ത്യയുടെ വേറെ സ്റ്റേറ്റിലാകാം, അല്ലെന്നൊരു വിദേശത്താകാം, ഇങ്ങനെയൊക്കെ ഉള്ളത് ഉപരിപഠനത്തിന് റിലേറ്റഡ് ആയിട്ടൊക്കെ പോകാനോ, അല്ലെ IELTS ഒക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക്, എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേകിച്ച് ഈ ഒരു 19-ാം തീയതി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാന്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകാന്, അതുപോലെ ജോബ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ പുതിയ ജോബ് കിട്ടാന്, ജോലി സ്ഥലത്ത് നല്ല റെസ്പെക്ട് കിട്ടാന്, ജോലി സ്ഥലത്ത് നിന്ന് ഉയർച്ച ഉണ്ടാകാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പ്രൊമോഷന് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ പൊതുവെ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമയമാണ്. അതുപോലെ എന്തെങ്കിലും കടങ്ങള് കാര്യങ്ങളൊക്കെ കൊടുത്തത് തിരിച്ചു കിട്ടാനോ, അല്ലെങ്കിൽ ബാങ്കിങ്ങിന്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ ലോണ് പാസ്സായി വരാനും, ചിലപ്പോൾ ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നൊരില് അങ്ങനെയുള്ള ആ ലോണൊക്കെ അനുവദിച്ച് വരാനും, വീട് വെക്കാനും അങ്ങനെയൊക്കെ ഉള്ള പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രം ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോസ് നമ്മുടെ ബർത്തിയാട്ടിലെ ഈ ശുക്രന്, ജൂപ്പിറ്റർ, അതായത് വ്യാഴം ശുക്രനും ഒക്കെ, അല്ലെങ്കിൽ ഒരു രാഹു വ്യാഴം ഒക്കെ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്കാണെന്നൊരു ലോട്ടറി വരെ അടിക്കാനുള്ള ഒരു യോഗവും ഭാഗ്യം കൂടെ ഉണ്ടെന്നുള്ളത് കൂടെ മനസ്സിലാക്കും.